അപ്പോൾ ഫൈനലിലെ ആദ്യ ടീം ഏതെന്ന് അറിഞ്ഞു കഴിഞ്ഞു. സ്പെയിനാണ്. ഇനി സ്പെയിനെ നേരിടാൻ പോകുന്നത് ആരെന്നാണ് അറിയാനുള്ളത്. അതിനുള്ള ഉത്തരം ഇന്ന് കിട്ടും. രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ട് വമ്പൻ പോരാട്ടമാണ്. രാത്രി 12:30 അറ്റ്ലാന്റയിലാണ് മത്സരം. ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന അർജന്റീന 1966 ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ വീട്ടിലെത്തിക്കാൻ ഇംഗ്ലണ്ട്. വെറുമൊരു മത്സരത്തിനപ്പുറം രാഷ്ട്രീയവും യുദ്ധവും പ്രതികാരവുമെല്ലാം സമ്മിശ്രം ചാലിച്ച ക്ലാസിക് പോര് അറ്റ്ലാന്റയിൽ ഇന്ന് തീപാറും. ലോകകപ്പിൽ ഇതുവരെ കണ്ടത് ലോക ചാമ്പ്യന്മാരുടെ നിഴൽ മാത്രം. കെട്ടുറപ്പില്ലാത്ത പ്രതിരോധ നിര, കളിമറക്കുന്ന മധ്യനിര, സർവത്ര കുഴപ്പം. ഇതിനെല്ലാം മറികടക്കുന്ന എക്സ് ഫാക്ടർ ലിയോണൽ മെസ്സി. ഇംഗ്ലണ്ടിനെതിരെ ഇതുവരെ കളിച്ച കളി പോരാ, ഉണർന്ന് കളിച്ചേ മതിയാകൂ. 6 മത്സരങ്ങളിൽ 17 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 6 അതിൽ 5 അവസാന 3 ലൗട്ടാരോ മാർട്ടിനസും അൽവാരസും ഗോളടിച്ച് തുടങ്ങിയതും അവസാന മിനിറ്റുകളിലെ തിരിച്ചുവരവുകളുമാണ് കലോണിയുടെ പ്രതീക്ഷ. പ്ലേയിങ് 11-ൽ ഇന്ന് മാറ്റങ്ങൾ ഉറപ്പ്. തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിൻ്റെയും വരവ്. ക്രൊയേഷ്യ തകർത്ത് തട്ടുപൊളിപ്പൻ തുടക്കം. നോക്കൌട്ടിലും പ്രീ ക്വാർട്ടറിലും പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്നപ്പോൾ കണ്ടത് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇംഗ്ലീഷ് വീര്യം. ഗോളടിച്ചു കൂട്ടുന്ന നായകൻ ഹാരി കെയ്ൻ. മധ്യനിരയിൽ കളി മെനയുന്നതിനൊപ്പം പിഴയ്ക്കാത്ത ഷോട്ടുകളുമായി ജൂഡ് ബെല്ലിംഗാം. 6 ഗോൾ വീതം നേടിയ കെയ്നും ബെല്ലിംഗാമും ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും പിന്നാലെയുണ്ട്. പകരക്കാരുടെ നിരയും സുസജ്ജം. പ്രതിരോധമാണ് ഇംഗ്ലണ്ടിൻ്റെയും പ്രശ്നം. 13 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് 6 ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 5 തവണ. 3 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീനയ്ക്കൊപ്പം 2 ജയം. ഏറ്റവും ഒടുവിൽ 2002 ലോകവേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡേവിഡ് ബെക്കാമിന്റെ ഗോളിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറി. 7ാം തവണയാണ് അർജന്റീന ലോകകപ്പ് സെമിയിലെത്തുന്നത്. 6ലും ജയിച്ചു. ഇംഗ്ലണ്ടിനിത് 3ാം സെമി. 1 ജയിച്ചപ്പോൾ 2 കാലിടറി. മെസ്സിയുടെ വിടവാങ്ങൽ ലോകകപ്പും ഇംഗ്ലണ്ടിന്റെ 60 വർഷത്തെ കാത്തിരിപ്പും തമ്മിലുള്ള പോരിൽ ആര് ജയിച്ചാലും അത് ചരിത്രം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.